തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു വാർത്തയിലേക്ക് പോയാൽ തിരുവനന്തപുരം വെങ്ങാനൂരിൽ ബാങ്ക് ജീവനക്കാരന് സൂര്യാഘാതമേറ്റു. പുല്ലാമുക്ക് പട്ടികജാതി വികസന കോർപ്പറേഷൻ ബാങ്കിലെ ജീവനക്കാരൻ ബിജിലാലിനാണ് സൂര്യാഘാതമേറ്റത്. ഇന്ന് പുറത്ത് ഇറങ്ങി അല്പം പണിയുടെ കാര്യങ്ങളായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു കുറുക്കിന്റെ ഭാഗത്ത് ഇടത് കൈയുടെ ബാക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു പൊള്ളൽ പോലെ രീതിയിൽ പെട്ടെന്ന് വേദനയും കാര്യങ്ങളായിട്ട് വന്ന് തലച്ചുറ്റുമായിട്ട് ഇരിക്കുന്ന സമയത്താണ് ബുദ്ധിമുട്ടായി. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി. സൂര്യാഘാതം ഏറ്റിട്ടുണ്ട്. വെയിൽ കൊള്ളുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ധാരാളം വെള്ളം കുടിക്കണം എന്നുള്ള കാര്യം നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് മേഘന മുരളിയാണ്. മേഘന, നമുക്കറിയാം ഇപ്പോഴത്തെ ചൂട് ഓരോ ദിവസവും ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുകയാണ്. രാവിലത്തെ ഒരു കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ ആ ചൂടാണ്. മേഘനയ്ക്ക് പ്രത്യേകിച്ച് അറിയാമല്ലോ ഈ ഫീൽഡിൽ ഇറങ്ങുന്നത് കൊണ്ട്. അപ്പോൾ ഇവിടെ ഈ സൂര്യാഘാതം അത് എത്രത്തോളം തീവ്രമാണ്? എന്തെങ്കിലും തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം പൊതുവെ നൽകിയിട്ടുണ്ടോ ഇപ്പോൾ? അതെ ക്രിസ്റ്റീന, കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയൊരു വേനൽ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനുശേഷം ഇങ്ങോട്ട് കനത്ത ചൂടാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടാണ്. അത് ഈ പുറംപണി എടുക്കുന്നവർക്കടക്കം ദിവസേന ഈ രാവിലെ പണിക്ക് പോയി വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരുന്നവർക്കടക്കം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് തിരുവനന്തപുരം വെങ്ങാനൂരിൽ നിന്ന് ഇത്തരത്തിലൊരു സൂര്യാഘാതത്തിന്റെ വാർത്ത കൂടി വരുന്നത്. തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശിയായിട്ടുള്ള ബാങ്ക് ജീവനക്കാരൻ ബിജിലാലിനാണ് ഇപ്പോൾ സൂര്യാഘാതം ഏറ്റിരിക്കുന്നത്. അത് ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് ഡോക്ടറാണ് സൂര്യാഘാതമാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നത്. ആദ്യം ഉച്ചയ്ക്ക് 1 മണിയോടെ പുറത്തിറങ്ങുകയും ദേഹത്തൊരു പാട് കാണുകയും തളർച്ച അനുഭവപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ആശുപത്രിയിൽ എത്തിക്കുകയും അത് സൂര്യാഘാതമാണെന്ന് ഡോക്ടർ സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഈ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ബാങ്ക് ജീവനക്കാരനാണ്. അതിനപ്പുറത്തേക്ക് ഈ സ്ഥിരമായി വെയിലത്ത് പണിയെടുക്കുന്ന ആൾക്കാരുടെ അവസ്ഥ കൂടി ഒന്ന് ആലോചിക്കണം. കനത്ത ചൂടിൽ വളരെ കഷ്ടപ്പാടാണ്. കൂടാതെ നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടക്കം ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതായത് ഈ ഒരു കനത്ത സൂര്യൻ നേരിട്ട് ഏൽക്കാൻ സാധ്യതയുള്ള ഈ 11 മണി തൊട്ട് 3 മണി വരെയുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കുക. കൂടാതെ ഈ ചൂടിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ അത് ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ ഈ തൊപ്പി ധരിച്ചും കുട ധരിച്ചും ഒക്കെ പുറത്തേക്ക് ഇറങ്ങുക എന്നതടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് ഇനിയും ശക്തമായി തന്നെ, ഇനി വരാൻ പോകുന്നത് ഏപ്രിലും മെയ് മാസങ്ങളാണ്. അതുകൊണ്ട് ശക്തമായി തന്നെ ആ നിർദ്ദേശങ്ങൾ പാലിക്കുക. കൂടാതെ ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലും മുഖ്യമന്ത്രി അടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഒരു ഉഷ്ണതരംഗ സാധ്യത ഇല്ലാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക. കൂടാതെ വ്യക്തി എന്ന രീതിയിൽ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാൻ കഴിയും, അത് വെള്ളത്തിന്റെ കാര്യത്തിലാണെങ്കിലും കുട ചൂടുക, അങ്ങനെ ഈ സമയക്രമം പാലിക്കുക, പുറത്തിറങ്ങുമ്പോൾ എന്നടക്കമുള്ള കാര്യങ്ങൾ പാലിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഇന്ന് ചേർന്നിട്ടുള്ള യോഗത്തിലടക്കം പറയുന്നു. അങ്ങനെ വരും ദിവസങ്ങളിലും കടുത്ത ചൂടാവാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കുക. എന്തായാലും ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത കേസാണ് ഈ വെങ്ങാനൂരിൽ സൂര്യാഘാതം ഏറ്റു എന്നുള്ളത്. അതിലിപ്പോൾ ഈ സൂര്യാഘാതം ഏറ്റിട്ടുള്ള ബാങ്ക് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ അധികം ആരോഗ്യ പ്രശ്നങ്ങളില്ല, ആശുപത്രിയിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ശരി, മേഘന മുരളി.